Hi friends, Jenny's vlogിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് കുറച്ച് ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഇത് ചേച്ചി ടൗണിൽ പോയപ്പോൾ മേടിച്ചു തന്നതാണ്. അപ്പോൾ ഈ വിഷു ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ചേച്ചി മേടിച്ചു തന്നതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ അത് വെച്ച് കുറച്ച് ചിപ്സ് ഉണ്ടാക്കാനെ കൊണ്ടാണ് ഞാനിന്ന് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. ഇവിടെ മോന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനമാണിത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് കൊടുക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ശരി. ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്നതിലൊക്കെ ഒത്തിരി എണ്ണകൾക്കൊക്കെ ഒത്തിരി മായം ചേർന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏത്തക്കായ ചിപ്സാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ചിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഞാനിപ്പോൾ 4 എണ്ണമായി കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു 10-12 ഏത്തക്കായ ഉണ്ട്. അപ്പോൾ അത് മൊത്തം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പൊളിച്ച് വെള്ളത്തിൽ കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഉമ്മി വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം അത് ചെയ്യാം. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോ, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് കായ എല്ലാം പൊളിച്ചിടുക. അപ്പോൾ കായ പൊളിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലെല്ലാം കറ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യെ നന്നായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. എന്താ ഒരെണ്ണം നമ്മൾ പൊളിച്ചു കഴിഞ്ഞു. അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഈ ഇരിക്കുന്ന കായൂടെ നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോൾ ഇതേ കായെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനി കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കിടക്കട്ടെ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് കഴുകി വെള്ളം വാലാൻ വേണ്ടി വെച്ചിരുന്നു. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പക്ഷേ ഞാനാണെങ്കിൽ ഇപ്പോൾ കൈ വെച്ചാണ് അരിഞ്ഞെടുക്കുന്നത്. കാരണം ഒരേ ഇതിൽ ചിലപ്പോൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല കട്ടി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരുമാതിരി ഒരു ഇച്ചിരി കനത്തിലാണ് നമ്മൾ കൈ വെച്ച് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ കൈ വെച്ച് തന്നെ അരിഞ്ഞെടുക്കുകയാണ്. ആദ്യം നമുക്ക് ഈ മണ്ടഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കഴിവതും ഒരേ കനത്തിൽ തന്നെ അരിയാനെ കൊണ്ട് നോക്കുക. അപ്പോൾ ഞാൻ ഏത്തക്കായ മൊത്തം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള പാത്രമാണ് നല്ലത്. ഞാനിവിടെ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ വറുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഈ എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഏത്തക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. കഴിവതും നമ്മൾ വാരിയിടാതെ പെറുക്കി തന്നെ ഇടുക, അല്ലെങ്കിൽ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് ഒട്ടിപ്പിടിച്ചൊക്കെ പോകും. അപ്പം ഞാനിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുവാണ്. നമ്മുടെ ആ ചിപ്സിന് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. മിക്കവാറും ആൾക്കാർ ഇത് പുറത്ത് വെച്ച് തന്നെ തിരുമ്മിയിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഇത് എണ്ണയ്ക്കകത്തിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ആ ചിപ്സിനൊരു കളറ് നന്നായിട്ടൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുകയും ചെയ്യുക. അപ്പം നമ്മുടെ ചിപ്സ് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവായി വന്നിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ഒതുങ്ങിയൊക്കെ നിന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നീര് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് കല്ലോ അല്ലെങ്കിൽ ഉപ്പ് പൊടിയോ ഒന്നും ഇടരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിപ്സ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഞാനിത് ഒന്നായിട്ടാണ് പറക്കി ഇട്ടത് കൊണ്ട് അധികം ഒട്ടി ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന കായ് നമുക്ക് വറുത്തെടുക്കാം. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റിലത്തെയാണ്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഏത്തയ്ക്ക മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.